ഹായ് ഗൈസ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ രസക്കാഴ്ച. എല്ലാവർക്കും രസക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത് കൊണ്ടോട്ടിയാണ്. ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മളുടെ അതിഥിയായിട്ടുള്ളത് പറമ്പാടൻ ഗ്രൂപ്പിൻ്റെ MD ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഫസൽ പറമ്പാടൻ ഇക്കയാണ്. ഇക്കയുടെ കലാജീവിതത്തിലെ വിശേഷങ്ങളാണ് ഇത്തിരി നേരം നമ്മളുടെ ഈ എപ്പിസോഡിൽ രസക്കാഴ്ചയിൽ കാണിക്കുന്നത്. പുള്ളിയുടെ ഒത്തിരി വർക്ക്, കലാജീവിതത്തിലെ ഒത്തിരി വർക്കും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും നമ്മളെ ഈ രസക്കാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇക്ക നമസ്കാരം. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? ചാനലിലേക്ക് ഇക്കയെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇക്ക ഇത്രയും ഈ തിരക്ക് പിടിച്ച ഈ ഒരു പറമ്പട എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 സ്ഥാപനം തന്നെയാണ്, ഒരു പ്രസ്ഥാനം തന്നെയാണ്. അപ്പൊ ഇത്രയും ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു കലാഫീൽഡിലേക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാനും ഇതിലേക്ക് വരാനൊക്കെ എങ്ങനെ നിങ്ങൾ സമയം കണ്ടെത്തുന്നു? ഓക്കെ, വളരെ സന്തോഷമാണ്. ചോദ്യം വളരെ സന്തോഷമുണ്ട്. കാരണം തിരക്കുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ അർത്ഥമുണ്ടാവും. തിരക്കില്ലാത്ത ജീവിതത്തിൽ അർത്ഥം. സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടേതായ തിരക്കുള്ള സമയത്ത് നമ്മൾ വളരെ ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തെ പ്ലാൻ നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് കറക്റ്റ് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു പ്രയാസവും ഇല്ലാതെ ഭംഗിയായി ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്ലാൻ എന്നാൽ ഇത് നമുക്ക് സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലുള്ള കലാപരിപാടികളുടെ സമയത്തനുസരിച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ എൻജോയ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് നമുക്ക് ഇവിടെ ചെയ്യും. അതോടുകൂടി മാനസികമായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവും. സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിയുകയും ചെയ്യും. എന്നാൽ മാത്രമേ ജീവിതത്തിൽ പൂർണ്ണത നമുക്ക് നൽകാൻ കഴിയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും തിരക്ക് പിടിച്ച പുള്ളി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൽ സമയം കണ്ടെത്തുക പറഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം കേരളത്തിലെ നമ്പർ 1 സ്ഥാപനമാണ് പറമ്പാടം എന്ന് പറഞ്ഞാൽ. ഒത്തിരി സ്ഥലങ്ങളിലാണ് പറമ്പാടൻ്റെ ഈ ഒരു സ്ഥാപനം ഉള്ളത്. അപ്പോൾ ഈ അത്രയും കലയോട് ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ആളുമാണ് പുള്ളി. അപ്പോൾ ഈ തിരക്കിനും പുള്ളിക്ക് ഇത്രയും സമയം കണ്ടെത്തുന്നത് അത്ഭുതകരമായൊരു സംഭവം തന്നെയാണ്. പുള്ളി പറഞ്ഞ ഡീറ്റെയിൽസ് മനസ്സിലായി. കാരണം നമ്മൾ അതിൻ്റെ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ തിരക്കിൻ്റെ ഇടയിലും എല്ലാം നടക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് നമ്മുടെ ഇപ്പോൾ ബിസിനസ് ആണല്ലോ മെയിനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ കലാ ഫീൽഡിലേക്ക് വരാനുള്ളൊരു പ്രചോദനം അല്ലെങ്കിൽ ഈ കലയോടുള്ളൊരു താല്പര്യം എങ്ങനെ ഉണ്ടായി? അത് എങ്ങനെ ഇതിലേക്ക് തോന്നുന്നു? എല്ലാവരുടെ ജീവിതത്തിലും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ടാവും. കഴിവില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയില്ല. ഇല്ല, അതെ. എല്ലാ മനുഷ്യനും അതിൻ്റെതായ കണ്ടു കൊടുത്ത ഭൂമിയിലാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയുകയും അത് ഉപയോഗപ്പെടുത്തുകയും മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കലാപരമായിട്ട് കഴിവുകൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും നമ്മൾ കണ്ടെത്തി. അതിൻ്റെ മേഖല നമ്മൾ കുറച്ചൊക്കെ അവിടെ മാസം ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും വന്ന് നമ്മുടെ കൂടെ പഠിച്ചിരുന്ന സുദ്ധി കൊടുത്തു, സ്ഥലം കൊടുത്തു. അവർ അന്ന് കോളേജ് ലെവലിൽ നാടകം അഭിനയിച്ചിരുന്നു. അന്ന് നമ്മളെ കൂടെ അത് നമ്മൾ കോളേജ് ലെവലാണ്. പ്ലസ് 2 പഠിക്കുന്ന സമയത്താണ്. 92-90 ആ വർഷങ്ങളാണ് നമ്മൾ 88-90 വർഷങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ കോളേജ് പ്ലസ് 2 പഠിച്ചിരുന്നു. അന്ന് നമ്മൾ പല വാർഷിക സമയത്ത് അന്ന് പല പരിപാടികൾ ഉണ്ടായിരുന്നു. അന്ന് ഒരുമിച്ച് പല പരിപാടികൾ നടത്തിയിരുന്നു. അതിനുശേഷം പിന്നെ കോളേജ് ലെവലിൽ ഞങ്ങൾ പരിപാടി നടത്തിയിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നീട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് പിന്നെ സലാമുടിയത്തിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ കൊണ്ടോട്ടി ഒരു സ്റ്റുഡിയോ വെച്ചുകൊണ്ട് സലാമുടിയത്തിൽ പറഞ്ഞു, നിങ്ങൾ വണ്ടൂരെന്ന് വരണോ, വണ്ടൂരൊരു പിന്നെ ഷൂട്ടിംഗ് ഉണ്ട്, അപ്പോൾ അതിന് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വണ്ടൂരിൽ പോയ സമയത്താണ് അവിടുന്ന് ഒരു ടെലിഫിലിം അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അതിൻ്റെ പേര് നഷ്ടപരിഹാരം എന്നാണ്. നഷ്ടപരിഹാരം നന്നായിട്ട് മൂവി ചെയ്ത ഫിലിമാണ്. അല്ല, അവർ സലാമുടിയത്തിൽ അവർ തന്നെ കൈകാര്യം ചെയ്തു. അതുപോലെ മുമ്പ് കുറെ പിന്നെ എടുത്തിട്ടുണ്ട്, ശേഷം കുറെ പിന്നെ മുമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ കുപ്പൂസ് എന്ന സംഗതി ഫേമസ് ആണ്. കുപ്പൂസ് എന്ന ടെലിഫിലിം അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാന്തനാക്കി സംഗതി നാടകം അഭിനയിച്ചിരുന്നു. നാടകം പിന്നെ ടെലിഫിലിമാക്കി മാറ്റി നന്നായിട്ട് മൈലേജ് ആയി പോയ സംഗതിയാണ്. പിന്നെ നമ്മള് വേറെ ഇവിടെ വെച്ച് തന്നെ ഒരു പിന്നെ ടെലിഫിലിം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്നാ വന്നത് എന്നാ പോകുന്നുണ്ട്. നമ്മളാണ് സ്പോൺസർ. അത് വേറെ വന്ന സാധനം ചോദിക്കാം. അത് വളരെ രസകരമായിട്ട് തന്നെ എടുത്ത് നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചെടുത്ത ഷൂട്ടിംഗാണ്. അത് നന്നായിട്ട് പോയി. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കുറച്ച് കിട്ടുന്നത് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് ഗ്യാപ്പ് വന്നു. അതിനകത്ത് നമ്മൾ അംസക്ക എന്നാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. നമ്മളെ അതിനൊക്കെ ബന്ധമുണ്ട്. ഇവിടെ പിന്നെ പത്രങ്ങൾ ഇറക്കാറുണ്ട്. എല്ലാ സമയങ്ങളിലും അതൊക്കെ അതിന് കാർട്ടൂൺ ഇറക്കാറുണ്ട്. കോളേജ് പഠിക്കുന്ന സമയത്ത് ഈ കാർട്ടൂണ് വരയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ
പിന്നെ പെയിന്റിങ് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും മാത്രമല്ല സ്കൂളിൽ കോളേജ് സമയത്ത് എഡിറ്ററായിരുന്നു. മാഗസിൻ സബാഗ്, സുപ്രഭാതം, അതുപോലെ തന്നെ പിന്നെ ഡോൺ. 3 ഇംഗ്ലീഷിൽ മാഗസിൻ ഉണ്ടാവും, മലയാളത്തിൽ മാഗസിൻ ഉണ്ട്, അറബിയിൽ മാഗസിൻ ഉണ്ട്. 3 മാഗസിൻ കോളേജ് ഇറക്കാറുണ്ട്. എല്ലാം കൊടുത്തോളം നമുക്ക് ഉപയോഗിച്ചാൽ അതിൽ വർക്ക് ചെയ്താണ്. അതിൽ കാർട്ടൂൺ മൂപ്പർ വരക്കും ഞാനും വരക്കാറുണ്ട്. ഞങ്ങൾ ചുമരപുത്രം ഉണ്ടാകാറുണ്ട് കോളേജ് ലെവലിൽ, ചുമരപുത്രം വരക്കാറുണ്ട്. അപ്പം അന്ന് അത് ഇറക്കിയിലൊക്കെ സാധാരണ എഡിറ്റിങ് ടൈറ്റിൽ കൊടുക്കാറുണ്ട്, പിന്നെ അതിൽ ചിത്രങ്ങൾ ഇറക്കാറുണ്ട്. അത് സ്ഥിരമായിട്ട് ഞങ്ങളൊരു പാഷനായിരുന്നു കോളേജ് ലെവലിൽ. അപ്പോൾ അത് ശേഷം അന്ന് അത് വരച്ച് കഴിഞ്ഞ് അപ്പം കഴിഞ്ഞ ശേഷം പിന്നീട് പിന്നെ അവിടെ ഈ പരിപാടി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഹംസക്ക എന്നോട് ഇടയ്ക്ക് പറഞ്ഞു ഈ പിന്നെ പത്രം ഇറക്കുന്നുണ്ട്, കാർട്ടൂൺ ഇറക്കാന്ന് പറയും. അപ്പോൾ ഈ പെരുന്നാൾ സമയത്ത് ഇറക്കുന്ന ആ പത്രത്തിലൊക്കെ പിന്നെ കാർട്ടൂൺ ഇറക്കാറുണ്ട്. ആ പേര് പിന്നെ ആ പത്രത്തിൻ്റെ പേരുണ്ടായിരുന്നു, പിന്നെ സംശയക്കാർക്കാണ് ഓർക്കുന്നില്ല. ആ പത്രം എല്ലാ പ്രാവശ്യവും ഇറക്കാറുണ്ട്. അപ്പൊ അതിന് കാർട്ടൂൺ ഇറക്കാറുണ്ട്. അപ്പൊ അടുത്തത് ഒരിക്കൽ പിന്നെ കോഴിക്കോട് പോകുന്ന സമയത്ത് ഹംസക്ക അവിടെ തുറക്കാൻ നിൽക്കുന്നുണ്ട്. ഹംസക്കനെ വിളിച്ചിട്ട് ഹംസക്ക നമുക്ക് ഒരു ടെലിഫിലിം ഉണ്ടാക്കേണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞാൽ വേണം അല്ല നിൽക്കാം, നമ്മള് ഇന്ന് ഇറക്കിയതാണ്. ഞാൻ ആണെങ്കിൽ ഒരിക്കൽ പിന്നെ ഞാൻ താല്പര്യപ്പെട്ടു. ഞങ്ങൾ എന്ത് ചെയ്യും, ആദ്യമായിട്ട് തന്നെ ഞങ്ങളൊരു ടെലിഫിലിം ഇറക്കി. അതിന്റെ പേര് ഒരു PSC യാത്രയിലാണ്. അതില് മാമുക്കോയെ അഭിനയിച്ചു. 15 മിനിറ്റുള്ള ഒരു കള്ളുകുടിയെ കുറിച്ച് തീരുമാനത്തെ കുറിച്ച് നന്നായിട്ട് മാമുക്കോയ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ മകളെയും കൊണ്ട് PSC യാത്രയ്ക്ക് പോകുന്ന ഒരു PSC എക്സാമിന് പോകുന്ന സമയത്ത് ആ മകള് മൂപ്പര് കുറച്ച് കഴിഞ്ഞ ശേഷം പോയി ജോർജ് താമസിച്ച് കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ മൂപ്പര് എക്സാമിനേഷൻ പോകുന്ന സമയത്ത് ഈ മകള് എന്ത് ചെയ്യും, ഈ വേറെ ബസ് സ്റ്റാൻഡ് നിർത്തിയ ശേഷം ഇയാൾ പിന്നെ കണ്ടിക്കാൻ പോകും. ആ സമയത്ത് കുറെ കഴിഞ്ഞ ശേഷം ഇയാള് പിന്നെ ഒരു സവാരി കടന്ന് കണ്ടുപിടിച്ച് ആളുകളാണ് ഈ ബസ് സ്റ്റാൻഡ് ഇന്നോട് കുട്ടി കേൾക്കുന്നത്. അങ്ങനെ കുട്ടി ആ സമയത്ത് പോയി കാണുന്ന സമയത്താണ് അച്ഛൻ ഈ കള്ളി രംഗായി കാണുന്നത്. അങ്ങനെ ഈ മകള് പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവമാണ് കഥ ഹംസക്കയുടെ എഴുതിയത്. അത് വളരെ നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ അത് വളരെ ആളുകൾ വളരെ രീതി ലഭിക്കുകയുണ്ടായി, നന്നായിട്ട് പോയി. അതിനുശേഷം പിന്നീടാണ് തുടർന്ന് കുറെ പിന്നെ അഭിനയിക്കുകയുണ്ടായി. അതാണ് നമ്മള് ഈ പിന്നെ അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഞങ്ങള് പല ടെലിഫിലിമുകള് പിന്നെ വേറെ പിന്നെ പുതിയാപ്പ കുപ്പായം, അതുപോലെ തന്നെ ഒരു PSC യാത്ര എന്ന് പറഞ്ഞ സംഗതി, പിന്നെ വേറെ അതേപോലെ തന്നെ പിന്നെ ഫ്രീക്കൽ ബാബുട്ടേക്ക, ഇതുപോലുള്ള അനവധി സംഗതികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ആടിക്കുകയാണ്. അപ്പം അതുപോലുള്ള പിന്നെ പല ടെലിഫിലിമുകളും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഹംസക്കയും അതുപോലെ തന്നെ ടീമും തന്നെ ഇതിൽ വളരെ സജീവമായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പരിപാടി സമയത്ത് വളരെ ടീമിനുണ്ടാവും. വളരെ രസമായിട്ട് ഒരു എൻജോയ്മെന്റ് ആയിട്ട് തന്നെ വളരെ രസമായിട്ട് നമ്മൾ സമയം വെച്ചുകൊണ്ട് അത് എല്ലാ ദിവസവും പോലെ ചില സമയങ്ങളിൽ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ വെക്കാറുണ്ട്. അത് ആ സമയത്ത് അതിന് നീക്കിക്കൂടെ പോകാറുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കാറുണ്ട്. ആ സമയത്ത് അത് ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. അത് പിന്നെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്തത് നമുക്ക് കാസറ്റ് അത് നന്നായിട്ട് ചെയ്തത്. പ്രത്യേകിച്ച് കൊറോണയുടെ സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞ ശേഷം മാനസികമായിട്ട് പ്രയാസപ്പെട്ടു ഗൾഫിൽ വരുന്ന ആളുകൾ അവർ നാട്ടിലും വീട്ടിലും പിന്നെ ആളുകൾ സ്വീകരിക്കാത്ത സമയത്താണ് നമ്മൾ കാസറ്റ് നടത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വരുന്ന ആളുകളെ വളരെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയിൽ വളരെ പിന്നെ മാനസികമായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ചിത്രീകരിച്ചുകൊണ്ട് ഒരു പിന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യ വരെ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്ന എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന് മാനസികമായിട്ട് പ്രയാസപ്പെടുകയും അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടുള്ള ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതിനെ അയാൾ അദ്ദേഹത്തെ പിന്നെ എടുത്തുകൊണ്ടുവരികയും വീട്ടിലേക്ക് രണ്ടാം അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ഒരു മാസ്റ്ററായിട്ട് ഞാൻ വരുന്നത്. അങ്ങനെ ഒരു അടുപ്പിക്കുന്ന ഇറങ്ങുകയും അവർ ഭാര്യയുടെ സംഗതി തെറ്റ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ആ സമയത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് വളരെ നന്നായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു. അടുക്കാലത്ത് അത് അഭിനയിക്കാൻ കഴിയുകയും നന്നായിട്ട് ജനങ്ങളുടെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത ഒരു സംഗതിയായിരുന്നു കാസറ്റ് ഉസ്മാൻ അല്ലേ. വേറെ വർക്ക് കണ്ടായിരുന്നു, നമ്മുടെ പ്രശസ്ത സിനിമാ നടൻ ബാബുസ്വാമിന്റെ ഒരു വർക്ക് കണ്ടായിരുന്നല്ലോ. ഓക്കെ, നന്നായിട്ട് പോയ ഒരു നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ട നന്നായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയ അത് നന്നായിട്ട് പറയാൻ ബാബുസ്വാമി നമ്മുടെ പിതാവായിട്ടുണ്ട്. ഞാനൊരു വലിയ ജ്യേഷ്ഠനായിരുന്നു, മൂത്ത ജ്യേഷ്ഠനായിട്ടായിരുന്നു. പക്ഷെ അത് ബാബുസ്വാമിക്ക് 2 പിന്നെ ഭാര്യമാരുണ്ടായിരുന്നു. അതില് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ആ രണ്ടാമത്തെ കല്യാണം കഴിച്ചുണ്ടായ പ്രയാസങ്ങളൊക്കെ ശരിക്കെത്തിയിരിക്കുന്നുണ്ട്. പക്ഷെ രണ്ടായിട്ട് കാണുന്നത് കാണുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ മറ്റു ഉയർന്ന വിഭാഗത്തിൽ അവസ്ഥ ഉണ്ടായ സമയത്ത് ഇവന് ഏറ്റവും മോശപ്പെട്ട അവർ പിന്നെ പരിഗണിക്കാത്ത അവസ്ഥ
രണ്ടാമത്തെ ഭാര്യയുടെ കുട്ടിയെ കാണിക്കുന്ന അവസ്ഥ. പക്ഷെ അതൊക്കെ പിന്നെ അവരെ ബോധ്യപ്പെടുത്തി രണ്ട് കുടുംബം ഒന്നാണെന്ന് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ഇവർക്കും നമ്മളെ പെട്ട ആളുകളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് മനസ്സിൽ വന്ന് എഴുതി വെച്ചത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കുടുംബബന്ധം ഊഷ്മമാക്കാനും ബന്ധങ്ങൾ ഏറ്റവും നന്നാക്കാനും. പക്ഷെ നമ്മൾ ഏറ്റവും താഴ്ന്നാളെ കഴിഞ്ഞാൽ ശരി അവരും അവസാനം മരിക്കുന്ന സമയത്ത് പോരപ്പെട്ടവരാണ് ഈ കുട്ടികൾ. മരിക്കുന്ന സമയത്ത് മരണ സമയത്തൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ പോരപ്പെടുന്നത് ഈ കബർ കുഴിക്കുന്ന കബറിലേക്ക് വഹിക്കുന്ന മകനായി അവരാണ്. അവർ മറ്റൊരൊന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ഇവരാണ് ആ സമയത്ത് നമ്മൾ കഥയെ പറഞ്ഞത് പിന്നെ സിംഹത്തിന് ചെറിയ എലിന്റെ ഉപകരണം എന്താ പറയാ ഇരിക്ക വല അറക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഈ കുട്ടിയാണ് അവൻ ഏറ്റവും ഉപകാരപ്പെട്ടത്. അപ്പൊ ഇങ്ങനത്തെ ചിത്രമായിരുന്നു അത് നന്നായി പോയ അടയാളക്കല്ലുകൾ അല്ലേ. അപ്പോൾ പിന്നെ ഒത്തിരി ഷോർട്ട് ഫിലിം ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ എത്ര ഷോർട്ട് ഫിലിം ചെയ്ത് കാണുമ്പോൾ? ഷോർട്ട് ഫിലിം കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ഥലമെടുത്തിട്ട് ഇവിടെ അഭിനയിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് നഷ്ടപരിഹാരം ഡോക്ടറായിട്ട് അഭിനയിച്ചു പറഞ്ഞു. അതിനുശേഷം പിന്നീട് അനവധി ടെലിഫിലിം അഭിനയിച്ചിട്ടുണ്ട്. 10-11 ടെലിഫിലിം സ്ഥലം കൊടുത്തുകൊണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് നഷ്ടപരിഹാരം എന്ന സംഗതി പറഞ്ഞു. അതുപോലെ തന്നെ കുബൂസ് നന്നായിട്ട് ഹിറ്റായ ഗൾഫുകാരെ ചിത്രീകരിക്കുന്ന രസമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ നാളെ പിന്നെ എന്നാ പോകുന്നു ആണായിട്ട് അയൽവാസി അങ്ങനെ പിന്നെ ഒരു മിസ്റ്റർ കാർഡ് അങ്ങനെ കുറെ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ അംസലേക്ക് ബന്ധപ്പെട്ടു. അംസലേക്ക് അഭിനയിച്ചിരുന്ന സമയത്ത് ഒരു ലക്ഷങ്ങൾ ഒരു 10ഓളം ടെലിഫിലിം നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊക്കെ അവിടെ തന്നെ ഞാനും പിന്നെ വേഷം അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള സംഗതിയാണ് പിന്നെ പിന്നെ നമ്മുടെ ഈ ഞാൻ പറഞ്ഞ പിന്നെ അടയാളക്കല്ലുകൾ. പിന്നെ കൊറോണ സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ സംഗതിയാണ്. അതൊക്കെ തന്നെ നമ്മൾ അതിൽ വിച്ചിപ്പോയ സംഗതികൾ. അതൊക്കെ നാളെ പിന്നെ ലാസ്റ്റ് ഇറക്കിയ പിന്നെ ആടി ബിരിയാണി അങ്ങനെയൊക്കെ വളരെ നന്നായിട്ട് പോയ സംഗതിയാണ്. പിന്നെ അവസാനത്തെ അത് അവസാനത്തെ അവസാനമായിട്ട് അഭിനയിച്ചത് നന്നായിട്ട് അദ്ദേഹം ആ രംഗം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഡൗട്ട്, കാരണം വെച്ചാൽ നിങ്ങളെ ഒട്ടുമിക്ക ഞാൻ നിങ്ങളെ എല്ലാ ഷോർട്ട് ഫിലിമും കാണാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒട്ടുമിക്ക ഷോർട്ട് ഫിലിമിലും സിദ്ദീഖ് കൊടിയത്തൂർ തന്നെയാണ് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. അതിൽ എന്തായാലും ഒരു ഇത് എല്ലാവരും പ്രസന്റ് കാണുന്ന പഠിച്ച അപ്പൊ അന്നുള്ളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ നമ്മുടെ സ്ഥലത്തിലുള്ള ടെലിഫോണിൽ വിളിക്കുന്നത്. ആ കോളേജിലെ ബന്ധങ്ങളാണ് നമ്മളെ വിളിച്ചു. ടെലിഫിലിമിൽ നന്നായിട്ട് അഭിനയിച്ച ആളാണ് കുട്ടികൾ. നമ്മള് മെയിൻ കഥാപാത്രമായിട്ട് സിദ്ധി കൊടുത്തിരുന്ന ഒരാളാണ്. ഇപ്പോഴും നിങ്ങളെ ഒരു ബന്ധം നന്നായിട്ട് നല്ല ബന്ധമാണ്. നല്ല പെരുമാറ്റമാണ്. അഭിനയിക്കാൻ വളരെ ഉഷാറാണ്. ആൾക്കാർ വളരെ ശ്രദ്ധിക്കപ്പെട്ട. അല്ല, പുള്ളി കേരളത്തിൽ നമ്പർ 1 ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. കാരണം നല്ല വ്യൂവേഴ്സുള്ള ഒരു കലാകാരൻ തന്നെയാണ് സിദ്ദീഖ്. കാരണം ഒരുപാട് ഷോർട്ട് ഫിലിം വളർത്തിക്കൊണ്ടുവന്നു. അത് കൈകൾ ഉയർത്തിക്കൊണ്ടുവന്നു. നന്നായിട്ട് അദ്ദേഹത്തെ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ നല്ലൊരു സംഭവമുണ്ട്, കുടുംബകലം എന്ന് പറയുന്ന വീരാന്റെ സംഭവമൊക്കെ നല്ല മെഗാ ഹിറ്റായി തരണമെന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് നിങ്ങളെല്ലാ ഒരു വർക്കിലും പുള്ളിയുടെ പ്രസന്റ് കാണുന്നത് അല്ലേ? എല്ലാ വർക്കിനകത്ത് പാട് ബിരിയാണി ആയാലും എല്ലാ വർക്കും ഞാൻ കാണാറുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ പുള്ളി തന്നെയാണ്. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കാരണം വെച്ചാൽ കണ്ടു കഴിയുന്നത് ചോദിക്കണം എന്താണ് അങ്ങനെ ഒരു എല്ലാ ഒരു വർക്കിലും വരാൻ കാരണം എന്നുള്ളത്. ഇപ്പോ ഇനി പുതിയ ചെയ്യാൻ പോകുന്ന വർക്ക് ഏതാണ്? എല്ലാ പ്ലാനിങ് ആയിട്ടുണ്ടോ? ഇല്ല, അതിനെ ഓരോ സമയത്ത് നോക്കി ചെയ്യാം. ഇന്ന് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അടിസ്ഥാനത്തിൽ അതിനെ അടക്കം ചെയ്യും. സമയത്തിനനുസരിച്ച് ഞാൻ ചെയ്യാൻ പ്ലാനിങ് ആയിട്ടൊന്നുമില്ല പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു പിന്നെ ഉത്തമി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അതായത് നമ്മളെ ഗായത്രി സുരേഷ് ഒക്കെ മെക്സിക്കൻ അപാരതയിലൊക്കെ ഉള്ള ഇവരെ കൂടെ നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് നല്ലൊരു വേഷം അഭിനയിക്കാൻ കഴിഞ്ഞു. ഒരു MLA വേഷം തന്നെ. അതൊരിക്കലും പ്രതീക്ഷയല്ല. കാരണം ഒരു MLA വേഷം ഒരു സിനിമയിൽ കിട്ടുന്ന പ്രതീക്ഷ. അപ്പൊ നമ്മളെ ഉത്തമി എന്ന് പറഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ടാണ് പിന്നെ പറഞ്ഞ ലേഡീസ് അഭിനയിച്ചത്. അപ്പൊ നമുക്ക് പിന്നെ അത് പ്രധാനമായിട്ട് കാരണം നമ്മളെ പിന്നെ ആ സിനിമ നിർമ്മിച്ചത് തമിഴ്നാട്. അദ്ദേഹത്തിന് അസോസിയേറ്റ് ആയിട്ട് അഭിനയിച്ച പിന്നെ നിന്നത് നമ്മുടെ ഷാജി എന്നാണ്. അദ്ദേഹം നമുക്ക് നമ്മുടെ ടെലിഫിലിമിൽ അസോസിയേറ്റ് കൂടെ തന്നെ പല അദ്ദേഹം നിന്നിട്ടുണ്ട്. വളരെയധികം എഡിറ്ററായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം ഷാജിയുടെയും നമ്മളെ ആർട്ടിസ്റ്റായിട്ടുള്ള ജയന്റെയും കൂടെ ഹംസക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹംസയുടെ പറഞ്ഞ ഡിഫറൻസിനാണ് ഈ പരിപാടിക്ക്
വിളിച്ചത്. അപ്പൊ അതിന് ആദ്യമായിട്ടൊരു ചെന്നൈയിൽ ഒരാളൊരു കഥാപാത്രം വരാമെന്ന് പറയുന്നു. പിന്നീടാണ് അവർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് എന്നെ അതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ആദ്യം ഫിലിമായിട്ടുള്ള മത്സരം പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര മടി. കാരണം ഫിലിമിൽ അഭിനയിക്കാനേ താല്പര്യം പറ്റില്ല. ടെൻഷനിൽ അഭിനയിക്കാൻ വേണ്ടി ഫിലിം അഭിനയിക്കും. പിന്നെ അവള് ലാസ്റ്റ് അവരെല്ലാവരും പറഞ്ഞു വിളിച്ചിട്ടുണ്ട് അത് അങ്ങനത്തെ പ്രശ്നമുണ്ടാകില്ല, നല്ലൊരു കഥാപാത്രമാണ്, കുഴപ്പമുണ്ടാവില്ല പറഞ്ഞ അടിസ്ഥാനത്തിൽ അംസക്കിങ്ങൊക്കെ കോൺഫിഡൻസ് ഉള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ ഫിലിം ചെയ്തു അതിൽ അഭിനയിക്കാൻ പോയത്. അന്ന് രാവിലെ പോയി ഞങ്ങൾ അവിടെ സ്ഥലത്ത് പോയി അവിടെ തമിഴ്നാട് ബോർഡർ ചെയ്യുന്നു. പാലക്കാട് കഴിഞ്ഞ ശേഷം ഞാൻ അംസക്കിയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുമിച്ച് പോയി ഞങ്ങൾ പിന്നെ ആ എനിക്ക് അഭിനയിക്കുകയുണ്ടായി. പക്ഷെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിയും. നല്ലൊരു റോൾ തന്നെ അതിൽ പിന്നെ അഭിനയിക്കാൻ കഴിയും. നല്ല റോൾ തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല റോള് ആ സിനിമ കിട്ടാൻ നല്ലൊരു. അത് എത്ര ദിവസം വർക്ക് ഉണ്ടായിരുന്നു അവിടെ? ഒരു ദിവസം. അവർക്ക് 30 അവരൊരു മാസത്തെ വർക്ക് ചെയ്തിരുന്നു. നമുക്ക് നമ്മുടെ ഭംഗിയത്തിൽ അവർ പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയും. ഒന്ന് രാവിലെ 1 വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ വർക്ക് തീർത്തുകൊണ്ട്. ആ സിനിമയുടെ പേര് ഉത്തമി എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾക്ക് പറഞ്ഞത്. അപ്പോ പിന്നെ അത് തമിഴാണ് സിനിമ? തമിഴല്ല, അത് തമിഴ് ആള് പിന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാണ് സിനിമ. തമിഴാണ് അതിന്റെ പിന്നെ പ്രൊഡ്യൂസറും ഉള്ളത് തമിഴാണ്. ഡയറക്ടറായിട്ട് നമ്മുടെ സുഹൃത്ത് ഷാജി എന്നാണ് അതിന്റെ ഡയറക്ടറായിട്ട്. ആ സിനിമയിലെ നായകനല്ല, നായിക വേഷമായിട്ടാണ്. കലക്ടറായിട്ടാണ് ഗായത്രി സുരേഷ് പറഞ്ഞത്. നായിക വേഷത്തിൽ നിന്നുകൊണ്ട് കലക്ടറായിട്ട് പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വളർന്ന് അങ്ങനെ അവസാനം ഉയർന്ന ലെവലിലെത്തി കലക്ടറായിട്ട് മാറി അവസ്ഥയ്ക്കാണ്. ഒരു ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പിന്നെ ഭരണകർത്താക്കളുടെ പിന്നെ അഴിമതിയൊക്കെ അവരെ തുറന്ന് കാണിക്കുന്ന നന്നായിട്ട് അഭിനയിച്ചതാണ്. നല്ല രസമായിരുന്നു. പുതിയ അനുഭവമായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു വേഷം ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ഇക്ക സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം വെച്ചാൽ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ, ഒരുപാട് തിരക്ക് പിടിച്ച ഈ ഒരു ഇടയിൽ നമ്മൾ ഈ രസക്കാഴ്ച എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിലെ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇത്രയും സമയം കണ്ടെത്തി തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇക്കയ്ക്ക് ഒരുപാട് ഇനി സിനിമകളും ഇക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കുകളൊക്കെ ഉണ്ടാവട്ടെ. ഒരുപാട് നല്ല നല്ല ഇക്കയുടെ വർക്കുകളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല വർക്കുകൾ വരട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. സിനിമ എത്രയും പെട്ടെന്ന് റിലീസാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇക്കയ്ക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ കണ്ടു നിൽക്കുന്ന നമ്മളെ രസക്കാഴ്ച കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ, താങ്ക് യു.